ഞാൻ ഒരു ചെറിയൊരു പ്രിൻറ്റിങ് പ്രസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. യൂറിൻ തെറാപ്പിയിലേക്ക് വരാനുള്ള കാരണം എൻ്റെ വൈഫിന് യൂട്രസിൽ വന്ന ക്യാൻസറാണ്. ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി സർജറി കഴിഞ്ഞു കീമോ തുടങ്ങിയ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സഹോദരൻ ചന്ദ്രശേഖരൻ ചേട്ടൻ എന്നോട് പറയണത് ഈ യൂറിൻ തെറാപ്പിയെക്കുറിച്ച്. അപ്പോൾ ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യയ്ക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായി, മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ആ ഒരു വിഷമം ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് യൂറിൻ തെറാപ്പിയെക്കുറിച്ച് അറിയുന്നത്. ഞാൻ നാരായണ മാഷെ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ കീമോ തുടങ്ങിയ ടൈമിൽ ചെയ്യേണ്ട ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചു തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. മാഷ് വേറെ കൂടുതലൊന്നും വിശദീകരിച്ച് എന്നോട് പറഞ്ഞില്ല. അത് കാരണം എനിക്ക് മാഷോട് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം എൻ്റെ മാനസികാവസ്ഥ മാഷ്ക്ക് അറിയില്ല. മാഷക്ക് ഇതൊക്കെ നിസ്സാരമാണ്, കേട്ട് 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 തഴമ്പിച്ച മാഷാണല്ലോ. പക്ഷേ ആ മാഷ് അത്രേ അന്ന് പറഞ്ഞേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ആ ഒരു ഇത് മാത്രം ചെറിയൊരു കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാനത് ആരംഭിച്ചു. വൈഫിന് പിന്നീട് യൂട്രസിൻ്റെ സർജറി കഴിഞ്ഞു, പിന്നെ കീമോ കഴിഞ്ഞു, ഒരു 29 റേഡിയേഷൻ പിന്നെ തുടങ്ങി. ഈ റേഡിയേഷൻ തുടങ്ങിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു തൊലി പോവും, വയറിൽ നിന്ന് യോനിഭാഗത്തു നിന്നൊക്കെ തൊലി പോവും, വിഷമിക്കേണ്ട, അതിൽ നിങ്ങൾക്ക് മരുന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ചേട്ടനും കൂടി ഞങ്ങൾ ആലോചിച്ച് ഈ യൂറിൻ പുരട്ടി കഴിഞ്ഞാൽ പിന്നെ തൊലി പോകണ കാര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വൈഫിനോട് ഞാൻ പറഞ്ഞു എപ്പോഴൊക്കെ ഒഴിക്കുന്നു മൂത്രം ഒഴിക്കുന്നു അതൊക്കെ യോനിഭാഗത്ത് പുരട്ടുക, വയറിൽ പുരട്ടുക. ഇപ്പോൾ ആളുടെ വയറ് കണ്ടു കഴിഞ്ഞാൽ 29 റേഡിയേഷൻ കഴിഞ്ഞ ആളാണെന്ന് ഒരാളും പറയില്ല. അത്രയും വ്യത്യാസം ആൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള അനുഭവം ഈ പ്രസ് കൊണ്ട് നടക്കുന്ന കാരണം കൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പ്രിൻറ്റിങ് ആയ കാരണം നിന്നിട്ടാണ് എൻ്റെ വർക്ക് മുഴുവൻ. ഈ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാല് കഴപ്പ് തുടങ്ങി. ഇപ്പോൾ വയസ്സ് 56. അപ്പോൾ ഇതായതുകൊണ്ട് ഒരു 3-4 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാല് കഴപ്പ്. അപ്പോൾ വലത്തെ കാല് കൊണ്ട് ഇടത്തെ കാല് ചവിട്ടി ഒഴിയുക, വലത്തെ കാലിൻ്റെ ഇടത്തെ കാല് ചവിട്ടി ഒഴിയുക. ഇതും മാറാതെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാലും ചുമരിൽ കയറ്റി വെച്ച് കിടക്കും. ഒരു 5 മിനിറ്റ് കിടക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും, ഉറങ്ങും. അത് സ്ഥിരമായിരുന്നു. ഈ യൂറിൻ തെറാപ്പി തുടങ്ങിയതിന് ശേഷം യൂറിൻ കഴിച്ചു തുടങ്ങി, ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങി. അപ്പം ഞാനിതൊരു ബോട്ടിലിൽ എടുത്തു വയ്ക്കാറുണ്ട് യൂറിൻ. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 കൊല്ലം പഴക്കമുള്ള യൂറിൻ എൻ്റെ കയ്യിലുണ്ട്. ഇത് പഴക്കം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെൻ്റെ കാലിൽ പുരട്ടി, ശരീരത്തിലൊക്കെ പുരട്ടി മസാജിങ് നോക്കി തുടങ്ങിയപ്പോൾ കാലുകഴപ്പ് മാറി. ഇപ്പോൾ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു സ്ട്രോക്ക് വന്നു. അപ്പോൾ ചിലർ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലർക്ക് യൂറിൻ തെറാപ്പി നടത്തുന്നവർക്ക് എങ്ങനെ സ്ട്രോക്ക് വരാമെന്ന്. എല്ലാ അസുഖത്തിനും ഇതായിക്കൊള്ളുന്നില്ല. നമ്മൾ ശരി ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ മരുന്നും കഴിക്കണം, അതോടുകൂടി യൂറിൻ തെറാപ്പി ചെയ്യണം. അപ്പോൾ ആ സ്ട്രോക്ക് വന്നപ്പോൾ എന്നോട് ചെക്ക് ചെയ്തു, സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് തലയിലാണ് വന്നേക്കണത്. അതിനെ മരുന്ന് തന്നു. ഒരു ദിവസം 9ഓളം ഗുളിക കഴിക്കണം. അവർ ഷുഗർ അന്ന് ചെക്ക് ചെയ്തു, ഷുഗർ ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, ഇതൊക്കെ കൂടി തന്ന് ഗുളികകൾ കഴിച്ചു. കുറച്ച് ഒരു 28 ദിവസം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ 2 കാലും നീര് വന്ന് വീർത്തു, ചെരുപ്പിടാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ സാധാരണ കാലിൽ നീര് വരുമ്പോൾ കിഡ്നിക്ക് തകരാറാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കിഡ്നിയിൽ കല്ലിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട്. അത് കൊറോണ ടൈമിലായിരുന്നു. അത് ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് ഒരു 10-45 കല്ല് മൂത്രമൊഴിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ബാഗ് എടുക്കാത്ത തന്നെ അത് കൊണ്ടുവന്നിട്ടില്ല. ഈ കാലുമ നീര് വന്നപ്പോൾ പേടി കൂടി. അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഗുളികൾ മൊത്തം നിർത്തി. നമ്മുടെ ഗ്രൂപ്പിലുള്ള ലില്ലി മാഡത്തിനോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ച് പറഞ്ഞു ഗുളിക കുറേശ്ശായിട്ട് നിർത്തുക, ഒറ്റയടിക്ക് നിർത്തരുത്, കാരണം അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. 20 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം നിർത്തി. യൂറിൻ കൂടുതൽ കുടിച്ചു തുടങ്ങി. ചെറുളായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു. പിന്നെ മറ്റേ മുള്ളുള്ളൊരു അതിൻ്റെ ഞെരിഞ്ഞിൽ ഈ സാധനമിട്ട് വെള്ളം തിളപ്പിച്ച് അതും കുടിച്ചു. ഈ ഞെരിഞ്ഞിൽ വെള്ളം, ചെറുള വെള്ളം, യൂറിൻ ഇത് മാത്രം കുടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കാലിൻ്റെ നീര് മാറി. ആ ഗുളികൾ മൊത്തം എടുത്ത് കളഞ്ഞു. വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കാലിന് ഇങ്ങനെ 2 കാലും നീര് വന്ന് വീർത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, ഞാൻ ഡോസ് കുറയ്ക്കാമെന്ന്. കുഴപ്പമില്ല എന്നുള്ള ഡോക്ടറൊക്കെ കുഴപ്പമില്ലാത്തുള്ളൂ, എനിക്ക് കുഴപ്പമുണ്ടല്ലോ. ഞാൻ അതോടുകൂടിയൊക്കെ നിർത്തി. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കൂടുതൽ നേരം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സുഖമായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നു. പലവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദാസ എന്ന ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ സമയമാകുമ്പോൾ എല്ലാവർക്കും അത് ആരംഭിക്കാം. ഇതിൽ ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് ഒരു സംശയവും കൂടാതെ കഴിച്ചു തുടങ്ങുക. ഇത് കഴിക്കാൻ ഫസ്റ്റ് ഇപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെറിയൊരു ചെടിപ്പ് തോന്നി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് വലിച്ചു കുടിച്ചു. എന്താണ് നമുക്കതൊരു അസുഖം മാറണമെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം.
അരയ്ക്കണ മരുന്നെന്ന് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ അസുഖം മാറില്ലല്ലോ. ആ ഒരു വിശ്വാസത്തിൽ കഴിച്ചു തുടങ്ങി. ഇപ്പോൾ കഴിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. 3 മണിക്ക്, വെളുപ്പിന് 3 മണിക്ക് 5 മണിക്കുള്ളിൽ എനിക്ക് കഴിഞ്ഞാൽ ഒഴിക്കുന്ന മൂത്രം കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ബാത്റൂമിൽ പോയി പിന്നെ 5:30-6 മണിയാകുമ്പോൾ എനിക്ക് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം കുടിക്കാറില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസ്സിൽ വർക്കിന് കയറുന്ന സമയത്തായാലും ഇടതടവില്ലാതെ അങ്ങനെ കുടിക്കുന്നുണ്ട്. ചില ദിവസം കുടിക്കില്ല. അങ്ങനെ സുഖമായിട്ട് പോകും.